തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ, ചിറയൻകീഴ് സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. ചികിത്സയിലിരിക്കുകയായിരുന്നു ജോസഫിന്റെ മരണം. 3 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 5 പേർ പോയ വള്ളം ഇന്നലെ വൈകിട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അഞ്ചുതെങ്ങ് സ്വദേശി അനുവിന്റെ ഉടമസ്ഥതയിലുള്ള കർമ്മലമാത എന്ന ചെറിയ വള്ളമാണ് മുതലപ്പൊഴിയിൽ അപകടത്തിൽപ്പെട്ടത്. അഞ്ചുതെങ്ങ് ചിറയൻകീഴ് സ്വദേശികളായ മൈക്കിൾ, ജോസഫ്, ജിനു, അനു, സുജിത് എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. മൈക്കിൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ജോസഫിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെയായിരുന്നു മരണം. ഇതോടെ അപകടത്തിൽ മരണം 2ആയി. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുമ്പോഴായിരുന്നു അപകടം നടന്നത്. അഴിമുഖത്ത് വെച്ച് ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ശക്തമായ തിരമാലയിൽ മറിഞ്ഞ വള്ളം 1/2 കിലോമീറ്ററോളം ഉൾക്കടലിലേക്ക് ഒലിച്ചുപോയി. ഒരാഴ്ചയ്ക്കിടെ മുതലപ്പൊഴിയിലുണ്ടാകുന്ന 4ാമത്തെ അപകടമാണിത്. അപകടത്തിൽ പരിക്കേറ്റ അനു ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൃതദേഹങ്ങൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.